ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിന് വളരെയധികം ക്ഷീണം ചെയ്ത ഒരു സീസണാണ് ഇത്തവണത്തേത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും റയൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തോൽവികൾ ഈ സീസണിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ റയലിന്റെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസ് ഇപ്പോൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ കൂടുതൽ താരങ്ങളെ വാരിക്കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പെരസും റയൽ മാഡ്രിഡും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഫലം കാണുന്നുമുണ്ട്. കാരണം ലിവർപൂളിന്റെ റൈറ്റ് ബാക്കായ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ ഇതിനോടകം തന്നെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ ഇന്നലെയാണ് ഡീൻ ഹുയ്സണെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. AFC ബേൺമൗത്തിന്റെ പ്രതിരോധ നിര താരമാണ് ഹുയ്സൺ. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ഇതിന് പുറമെ 2 താരങ്ങൾ കൂടി ഉടൻ തന്നെ റയൽ മാഡ്രിഡിൽ എത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിലൊന്ന് മറ്റാരുമല്ല, സ്പാനിഷ് പ്രതിരോധ നിര താരമായ അൽവാരോ കരേരസ് ആണ്. പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് ഈ ഒരു യുവ സൂപ്പർ താരം കളിക്കുന്നത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ റയൽ മാഡ്രിഡ് എത്തിച്ചേക്കും എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മധ്യനിരയിലേക്ക് ഒരു യുവതാരത്തെ കൂടി ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയാണ്. മറ്റാരുമല്ല, അർജന്റീന യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ റയൽ മാഡ്രിഡിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധികളുമായി ഇപ്പോൾ റയൽ മാഡ്രിഡ് പ്രതിനിധികൾ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ചർച്ച നടത്തി എന്ന കാര്യം അർജന്റീൻ മാധ്യമമായ TVC സ്പോർട്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജന്റീൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിന് വേണ്ടിയാണ് ഫ്രാങ്കോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 17 വയസ്സ് മാത്രമുള്ള ഈ താരം മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അങ്ങനെ മധ്യനിരയിലേക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്കും കൂടി 2 താരങ്ങളെ റയൽ മാഡ്രിഡ് അധികം വൈകാതെ എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.